കെ.എൻ. ബാലഗോപാൽ എന്ന ധനമന്ത്രിയെ നമുക്കിങ്ങനെ നിർവചിക്കാം: ബുദ്ധിയുടെ മുന്നിൽ ഹൃദയത്തെ പണയം വയ്ക്കാത്ത കേരളത്തിന്റെ ഖജനാവ് സൂക്ഷിപ്പുകാരൻ. രാഷ്ട്രീയ കേരളം നാളിതുവരെ അഭിമുഖീകരിച്ചതിൽ വച്ച് ഏറ്റവും കടുത്ത സാമ്പത്തിക ഉപരോധ കാലത്ത് കേന്ദ്രത്തിന്റെ ശ്വാസം മുട്ടിക്കുന്ന സാമ്പത്തിക അടിയന്തരാവസ്ഥയിലും കരുതലോടെ നയിച്ച് നാടിന്റെ കാവലാളായി മാറി കെ.എൻ. ബാലഗോപാൽ. GST കോമ്പൻസേഷൻ, റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് എന്നിവയെല്ലാം നിലച്ച കാലം, ഓരോ മാസത്തിന്റെയും അറുതിയിൽ ശമ്പളം മുടങ്ങുന്നുവെന്ന ദുഷ്പ്രചരണങ്ങൾ കൊടുമ്പിഴിക്കൊണ്ട കറുത്ത കാലം. പക്ഷെ ആത്മവിശ്വാസത്തോടെ നിലകൊണ്ടു കെ.എൻ. ബാലഗോപാൽ. ആരുടെയും ശമ്പളം മുടങ്ങിയില്ല. ഒരൊറ്റ ദിവസം പോലും ട്രഷറി അടച്ചിട്ടില്ല. GDP വായ്പാനുപാതം 37% നിന്നും 33% കുറച്ചുകൊണ്ടുവന്നു. 5 വർഷം കൂടുമ്പോൾ ഇരട്ടിക്കുന്ന കടം ഇക്കുറി ഇരട്ടിച്ചില്ല. ധനമന്ത്രി എന്ന നിലയിലുള്ള ബാലഗോപാലിന്റെ ഏറ്റവും വലിയ ഭരണ നൈപുണ്യം മൊത്തം വരുമാനത്തിന്റെ 75% നാടിന്റെ തനതു വരുമാനമായി എന്നുള്ളതാണ്. അങ്ങനെയാണ് പ്രതിലോമ ശക്തികളുടെ ശിരസിൽ ഇടുത്തിയായും നിസ്വപക്ഷത്തിനും മനുഷ്യവർഗത്തിനും അനുഗ്രഹ കാലവുമായും മുഖ്യമന്ത്രിയുടെ ജനക്ഷേമ പദ്ധതികൾക്ക് പ്രായോഗിക സാമ്പത്തിക ഭൂമിക ഒരുങ്ങിയത്. അതെ, കളിക്കളത്തിൽ ക്യാപ്റ്റന്റെ ഇംഗിതമറിഞ്ഞ് ഗോൾമുഖം ചലിപ്പിക്കുന്ന ക്രിയാത്മകതയുള്ള ഒരു ഫോർവേഡിനെ പോലെ മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം നവകേരള വിജയഗാഥയുടെ അമരക്കാരനായി കെ.എൻ. ബാലഗോപാൽ അപരിമേയമായ ആത്മവിശ്വാസത്തോടെ നിലകൊള്ളുന്നു. നാളെയുടെ വഴികളിൽ നിലയ്ക്കാതെ പെയ്യുന്ന പ്രകാശത്തിന്റെ മഴയ്ക്ക് ഇതും ഒരു പേര്: കെ.എൻ. ബാലഗോപാൽ.